നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. അവരിൽ മനസ്സ് അലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അധികം കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ച കഷ്ണം 12 കൂട്ടം നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. യോഹന്നാന്റെ ശിരച്ഛേദവും യോഹന്നാന്റെ ഉടൽ യോഹന്നാന്റെ ശിഷ്യന്മാരെടുത്ത് അടക്കിയ കാര്യവും യോഹന്നാൻ ശിഷ്യന്മാർ യേശുവിനെ അറിയിച്ചു. യേശു അത് ചെയ്ത ഹെരോദാവിനെ കാണാനോ അതൊരു നീചകൃത്യമായിരുന്നു എന്ന് പറയാനോ ഒന്നും പോയില്ല. യേശുവിന് പേടിയുണ്ടായിട്ടല്ല. യേശു ഒരു വിപ്ലവകാരിയോ സാമൂഹ്യ പരിഷ്കർത്താവോ ആണ് എന്ന് ആളുകൾ വിചാരിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. യോഹന്നാൻ തടവിലായ സമയത്ത് പോലും യേശു കാണാൻ പോയില്ല. തീർച്ചയായിട്ടും യോഹന്നാൻ തടവിലാകണം, യോഹന്നാൻ രക്തസാക്ഷിയാകണം. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു അതിനെതിരെ പ്രതികരിക്കാൻ പോകാതിരുന്നത്. കാരണം യേശുവിനും അത് തന്നെയാണ് വരാൻ പോകുന്നത്. യോഹന്നാന്റെ കഴുത്ത് അറുത്താണ് കൊന്നതെങ്കിൽ യേശുവിനെ കുരിശിച്ചാണ് കൊല്ലാൻ പോകുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ചില മാസങ്ങൾ കഴിഞ്ഞാൽ യേശുവിന് അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ തടവിലായപ്പോൾ കാണാൻ വരാതിരുന്നതും യോഹന്നാൻ അവൻ്റെ അടക്ക് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ വരാതിരുന്നതുമൊക്കെ അതുകൊണ്ടാണ്. യോഹന്നാന്റെ ശുശ്രൂഷ യേശുവിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് വഴിയൊരുക്കുക. അതൊരുക്കി യോഹന്നാൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. യേശു ആ പ്രദേശത്ത് നിൽക്കുന്നില്ലെന്നുള്ളതാണ്. യേശു നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ അടയാളം കണ്ട ഹെരോദാവ് പരിഭ്രമിച്ചിരിക്കുകയാണല്ലോ. പക്ഷേ യേശു യോഹന്നാന്റെ ആ പ്രോവിൻസ് വിട്ടിട്ട് അതിർത്തി കടന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം യേശു ആളെ കൂട്ടുന്നത് ഹെരോദാവിനെതിരെ അല്ലെങ്കിൽ റോമാ കൈസർക്കെതിരെ ഉള്ള ഒരു മത്സരത്തിനാണെന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ ആ ജുറിഡിക്ഷറി വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് യേശു പോകാനിടയായത്. പക്ഷെ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ വരികയാണ്. യോഹന്നാൻ സ്നാപകനെ ഹെരോദാവ് കൊന്ന കാര്യം അവർക്കറിയാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മീയ ജീവിതത്തിന് തയ്യാറായാൽ ഒരുപക്ഷെ തങ്ങളെയും വെട്ടിക്കൊല്ലാൻ സാധ്യതയുണ്ട് എന്നുള്ള ആളുകൾക്കറിയാം. എന്നിട്ടും അവര് ദൈവവചനം കേൾക്കാൻ വരികയാണ്. എത്ര നല്ല മാതൃക! പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾക്ക് വേണ്ടത് സുഖമാണ്, സുരക്ഷിതത്വമാണ്. തങ്ങൾക്ക് ഒരു മതം എന്നുള്ള നിലയിൽ കൂടാനൊരു സ്ഥലം, അത് വളരെ അഭിമാനകരമായ ഒരു ഉയർന്ന സ്ഥലം, ഉന്നതമായ ഒരു കെട്ടിടം അത് വേണം. തങ്ങളുടെ വിവാഹമൊക്കെ അവിടെ നടക്കണം. തങ്ങളുടെ മരണവും അല്ലെങ്കിൽ ശവസംസ്കാരവും ഒക്കെ അവിടെ നടക്കണം. അത്രയും മതി ആളുകൾക്ക്. ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, മതം കൊണ്ട് അല്ലെങ്കിൽ ആത്മീകത കൊണ്ട് എന്താണ് സാധിക്കേണ്ടത്? ദൈവത്തെ കൊണ്ട് എന്താ സാധിക്കേണ്ടത്? ദൈവത്തെ കൊണ്ട് സാധിക്കേണ്ടത് ഭക്ഷണമാണോ, വസ്ത്രമാണോ, പാർപ്പിടമാണോ, ജോലിയാണോ, കല്യാണമാണോ, മരണമാണോ, അടക്കമാണോ?
ഇതൊന്നുമല്ല സാധിക്കേണ്ടത്. ദൈവത്തെ കൊണ്ട് സാധിക്കേണ്ടത് മരണശേഷമുള്ള ആ ജീവിതം ആകുക എന്നുള്ളതാണ്. ദൈവരാജ്യം നേടുക, സ്വർഗം നേടുക, അതാണ് ദൈവത്തെ കൊണ്ട് സാധിക്കേണ്ടത്. പക്ഷേ ആളുകൾക്ക് അതൊന്നും വേണ്ട. ഇതൊക്കെ ആരാ കണ്ടത്? ഇവിടെ സുഖമായിരിക്കണം, ഇവിടെ ഒരു കെട്ടിടം വേണം, ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ വരാൻ, കല്യാണം നടക്കണം, മരിച്ചാൽ 10 ആള് കൂടണം, ഇത്രയൊക്കെ മതി ആളുകൾക്ക്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, സ്നാനപ്പെട്ടാൽ പരിഹാസം ഉണ്ടാകും, നിന്നയുണ്ടാകും. ആളുകൾ പറയും, ഇവൻ എന്തൊരു പോഷനാ, എന്തൊരു വിഡ്ഢിയാ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കള്ളു കുടിക്കുന്നതല്ലേ നല്ലത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്, വഴക്കും ബഹളവും ഉണ്ടാക്കുന്നതല്ലേ നല്ലത്, ഭാര്യ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. ഇതാണ് ആളുകൾ പറയുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, സ്നാനപ്പെട്ട് കൂട്ടായ്മ വന്നാൽ ഇടിവലി മാറും, പുകവലി മാറും, കഞ്ചാവലി മാറും, മയക്കുമരുന്ന് മാറും, പിന്നെ മദ്യോപയോഗം മാറും, വഴക്കു മാറും, നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല മക്കളായി, നല്ല പൗരനായി ജീവിക്കാൻ സാധിക്കും. ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും. സർവോപരി ആ വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, ദൈവപ്രസാദം ഉണ്ടാകും. ആളുകളെ ദൈവത്തിലേക്ക് നടത്താനായിട്ട് സാധിക്കും. ഈ പറയുന്ന ആളുകൾക്ക്, അതായത് ഒരു മതസ്ഥാപനം മതി, മതനേതാക്കൾ മതി, കല്യാണം നടന്നാൽ മതി, മരിച്ചാൽ അടക്കപ്പെടാൻ ഒരു സ്ഥലവും, അതൊക്കെ മതിയെന്നാണ് പറയുന്നതെങ്കിൽ അവരോടൊരു ചോദ്യം: നിങ്ങൾ നിമിത്തം എത്ര പേർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ മയക്കുമരുന്നിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ദുർമന്ത്രവാദത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിയോ? കുടുംബ കലഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയോ? അതൊന്നുമില്ല. നിങ്ങളുടെ കാര്യം മാത്രം. അതെന്തൊരു സ്വാർത്ഥതയാണ്. ഇവിടെ ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ കൊന്നതറിഞ്ഞിട്ടും ആളുകൾ കൂട്ടം കൂട്ടമായി ദൈവത്തിന്റെ അടുത്തേക്ക്, യേശുവിന്റെ അടുത്തേക്ക് മാർച്ച് ചെയ്യുകയാണ്. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. യേശു അവരിലെ രോഗികളെ സൗഖ്യമാക്കുകയും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ സന്ധ്യയായി. ശിഷ്യന്മാർ പറയുകയാണ്, അവര് ഗ്രാമങ്ങളിൽ ചെന്നിട്ട് കടകളിൽ പോയിട്ട് അവര് ഭക്ഷണം വാങ്ങി കഴിക്കട്ടെ, അവരെ പറഞ്ഞയക്കാം. യേശു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഇവര് ഭക്ഷണമൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, 5 അപ്പവും 2 മീനും മാത്രമേ ഇവിടെ ഉള്ളൂ. അതാരോ ഒരു കൊച്ചുകുട്ടി കൊണ്ട് കൊടുത്തതാണ്. യേശു പറഞ്ഞു, അത് മതി, അതും കൊണ്ടുപോവാ. യേശു പറഞ്ഞു, എല്ലാവരെയും പന്തിയായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുത്തുക, 50 ഗ്രൂപ്പുകളാക്കുക. അവരാദ്യം അത് ചെയ്തു. മേക്ക് ദം ഗ്രൂപ്പ്സ് ഓഫ് 50 എന്നാണ്. അപ്പോൾ ഇത് വിളമ്പിക്കൊടുക്കാൻ എളുപ്പമുണ്ട്. കാരണം യേശുവിൻ്റെ 12 ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു 70 ശിഷ്യന്മാരെ യേശു 2 അയച്ചല്ലോ. മത്തായി സുവിശേഷ 10-ാം അധ്യായത്തിലുണ്ടല്ലോ. അപ്പോൾ 70 12 82. പിന്നെ കുറെ സ്ത്രീകൾ യേശുവിനെ വസ്തു കൊണ്ടൊക്കെ ശുശ്രൂഷിക്കുന്ന ഓരോ സ്ത്രീകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 100 പേരുണ്ട്. അവർ തന്നെ ആ ഒരു 50 പേരുടെ കാര്യം ഒരാൾ ഏറ്റാൽ 10 മിനിറ്റ് മതി ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ. യേശു പറഞ്ഞു 50 ഗ്രൂപ്പുകളാക്കുക. മൈതാനമൊന്നും അല്ലല്ലോ, കാട്ടുപ്രദേശമല്ലേ. മരത്തിൻ്റെ ചുവടുകളിലൊക്കെ ആയിട്ട് 50 വീതം 100 ഗ്രൂപ്പ്, 100 പേര് ഇവർ വിളമ്പാനുമുണ്ട്. യേശു ഈ 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്തു. ദൈവമേ സഹായിക്കണം, ഇതിനെ വർദ്ധിപ്പിക്കണം. നമ്മുടെ ദൈവം, ബൈബിളിലെ ദൈവം, സൃഷ്ടാവായ ദൈവം ചെറുതിനെ വലുതാക്കുന്നവനാണ്. ഒറ്റ നിമിഷം കൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നവനാണ്. കാരണം പക്ഷികൾ പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി പക്ഷികൾ പറന്നു. കടലിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടമായി മത്സ്യങ്ങൾ ഉണ്ടായി. ആൽക്കാലികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. ആ ദൈവത്തിന് ഇനി അപ്പവും മീനും അത് വർദ്ധിക്കട്ടെ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് യേശു പ്രാർത്ഥിച്ചു. ഈ അപ്പവും മീനും വർദ്ധിച്ചു. യേശു ശിഷ്യന്മാരെ കൊടുത്തു. മിനിറ്റുകൾ കൊണ്ട് അവരത് ആളുകളുടെ കയറങ്ങളിൽ എത്തിച്ചു. അവരത് തിന്നു. 12 കൊട്ട മിച്ചം വരത്തക്കവണ്ണം അത്രമാത്രം അത് വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ ഇതിന്റെ അർത്ഥം? യേശുക്രിസ്തു, അതായത് ക്വാണ്ടിറ്റിയുടെ മേൽ അധികാരമുള്ളവനാണ്. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയപ്പോൾ ക്വാളിറ്റിയുടെ മേലുള്ള അധികാരം തെളിയിച്ചു. ഗുണനിലവാരത്തിന്റെ മേൽ വെള്ളത്തെ മുന്തിരിയ ചാറാക്കി. ഇവിടെ ഇതാ ക്വാണ്ടിറ്റിയുടെ മേലുള്ള അധികാരം, അളവിന്റെ മേലുള്ള അധികാരം, ഇല്ലായ്മയെ സമൃദ്ധമാക്കി മാറ്റുന്ന ഒരു അത്ഭുതമാണ് യേശു ചെയ്തത്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളെയും മാറ്റാൻ യേശുവിന് സാധിക്കും.
യാതൊരു തർക്കവുമില്ല. യേശു സൃഷ്ടാവാണ്. നമുക്കുള്ളത് അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. കർത്താവ് ഇതേ ഉള്ളൂ. തീർച്ചയായിട്ടും കർത്താവിന് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് മറ്റൊരു വിദൂരമായ അർത്ഥം കൂടെയുണ്ട്. അതായത് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 ആളുകൾ സ്നാനപ്പെട്ടു. പിന്നീട് 5000 അതിൽ പലരെയും വീട്ടിൽ നിന്നൊക്കെ ഉപേക്ഷിച്ചു. വിധവമാരൊക്കെ ഒറ്റപ്പെട്ടു. അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കേണ്ട ചുമതല അപ്പോസ്തലന്മാർക്കുണ്ടായി. അവർക്ക് ഭക്ഷണവും കൊടുക്കണം. എങ്ങനെ കൊടുക്കും? 5000-ലധികം ആളുകൾ സഭയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആളുകൾ തങ്ങളുടെ വസ്തുവകൾ വിറ്റിട്ട് കൊണ്ടുവരികയാണ്. അന്ന് പെന്തക്കോസ്ത് നാളിലൊക്കെ രക്ഷിക്കപ്പെട്ട ആളുകൾ കുറച്ചുകൂടെ പൈസ ഉണ്ടാകാൻ, ഒരു വീടും കൂടെ ഉണ്ടാകാൻ, ഒരു കാറും കൂടെ ഉണ്ടാകാൻ അതിനുവേണ്ടി ആയിരുന്നില്ല. തങ്ങൾക്കുള്ളത് വിറ്റ് ദൈവവേലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. ഞങ്ങൾക്ക് ദൈവത്തെ മതി, വസ്തുവല്ല വലിയത് എന്നുള്ള കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ യേശു തെളിയിക്കുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും. ആത്മരക്ഷ മാത്രമല്ല, തീർച്ചയായിട്ടും ഭൗതിക കാര്യത്തിലും നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, മിഷണറിമാര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയി അവര് സുവിശേഷം പറയുക മാത്രമല്ല ചെയ്തത്. അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വനിതകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധികൃതർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുഷ്ഠരോഗാലയങ്ങൾ, അനാഥശാലകൾ, പിന്നെ അഗതി മന്ദിരങ്ങൾ, അതുപോലെ ഇതെല്ലാം മിഷണറിമാർ സ്ഥാപിക്കാൻ ഇടയായി. അവിടെ റോഡുകൾ, അവിടെ ട്രെയിനുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, പിന്നെ പ്രസ്സുകൾ, പുസ്തകങ്ങൾ, അതുപോലെ ഡിക്ഷണറികൾ, വ്യാകരണ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം മിഷണറിമാരുടെ സംഭാവനകളാണ്. കർത്താവ് വന്നത് മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കാനാണ്. തീർച്ചയായിട്ടും ഇന്നും യേശുക്രിസ്തുവിന് നമ്മളെ ഇതുപോലെ നമ്മുടെ എല്ലാ തലങ്ങളിലും അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. ആ കർത്താവിനെ അനുവദിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.